ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷ ഈ ശ്രീകാന്തിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കണം. നീയാണ് എല്ലാത്തിനും കാരണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയും രേവതിയൊക്കെ ഇരുന്ന് വഴക്ക് പറയുകയാണ്. എന്താ വർഷ നീ കാണിക്കുന്നത്? നീ എന്തിനാ അവൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുന്നത്? എല്ലാത്തിനും കാരണം ഇവനെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് വർഷ അകത്തേക്ക് കയറി പോകുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ചോദിക്കണം, നീ എന്താടാ അവളെ ചെയ്ത? ഈ സച്ചിയേട്ടാ, എനിക്കൊന്നും അറിയില്ല, ഞാൻ അവളൊന്നും ചെയ്തില്ല സച്ചിയേട്ടാ. പിന്നെ എന്തിനാ അവൾ അങ്ങനെ പെരുമാറുന്നത്? അപ്പോഴേക്കും രേവതി ചോദിക്കണം, അതെ വർഷം അങ്ങനെ പെരുമാറില്ലല്ലോ, നീ എന്തോ ചെയ്തെന്നും പറഞ്ഞല്ലേ അവൾ പോയത്. അവളങ്ങനെ നിന്നെ ഇങ്ങനെ ദ്രോഹിക്കാറൊന്നുമില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന്? എനിക്കറിയില്ല പൊന്നേട്ടത്തി, അവളോട് ഞാൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഏട്ടത്തി. അവൾ എന്തിനാ അങ്ങനെ ചെയ്തതേ? ശ്രീകാന്തേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വർഷ എൻ്റെ പെങ്ങളെ പോലെ എനിക്ക്. അവൾക്ക് എന്തെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല, ശരിയാക്കും ഞാൻ. മര്യാദയ്ക്ക് പറഞ്ഞോ അവളെ നീ എന്താ ചെയ്തതെന്ന്. അപ്പോഴേക്കും ഈ ശ്രീകാന്ത് ഇരുന്ന് ഭയങ്കര കരച്ചിലാ. അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചി പേടിച്ചു പോയി. സച്ചി ആണെങ്കിലും, എന്തിനാണ് ശ്രീകാന്തേ നീ എന്തിനിങ്ങനെ ഇവിടെ നിന്ന് കരയുന്നത്? എന്നാലും സച്ചിയേട്ടാ, അവളെന്നെ കൊല്ലാൻ വന്നത് കണ്ടില്ലേ സച്ചിയേട്ടാ? അപ്പോൾ രേവതി, അയ്യേ അത് കൊല്ലാനൊന്നും വന്നല്ലല്ലോ, അവൾക്ക് എന്തോ മനസ്സിൽ ദേഷ്യം തോന്നി, അതുകൊണ്ട് നിന്റെ കഴുത്തിന് കയറി പിടിച്ചു, അത്രയല്ലേ ഉള്ളൂ. അത് മാത്രമാണോ? എൻ്റെ മുതുകത്തിലിട്ട് ആ ഫ്ലവർ വൈസ് ചെറിഞ്ഞില്ലേ, എൻ്റെ മുതുക് പൊളിഞ്ഞു പോയി ഏട്ടത്തി. അവളോട് ഞാൻ അതിന് മാത്രം എന്ത് ദ്രോഹം ചെയ്തു എന്നാ? ഞാൻ അവളോട് ഒരു കാര്യം ചെയ്തിട്ടില്ല, എന്നിട്ടും അവൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോഴേക്കും രേവതി, അയ്യോ പാവം ശ്രീകാന്തല്ലേ, അവനൊന്നും അറിയില്ല സച്ചിയേട്ടാ. അതെ, അവൻ കാരണമൊന്നും അല്ല വർഷയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷെ വർഷയുടെ മനസ്സിൽ എന്താണെന്ന് അവൾ പറയുന്നുമില്ലല്ലോ. അതേ രേവതി, വർഷയുടെ മനസ്സിൽ എന്താണെന്ന് വർഷ പറയുന്നുമില്ലല്ലോ, അതല്ലേ മനസ്സിലാവാത്തത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ സുധി ഓടി വരിക. സുധി ഓടി വന്നിട്ട്, എടാ സച്ചി, നീ ഇങ്ങോട്ട് വന്നേ. എന്താടാ കാര്യം? നീ ഇങ്ങോട്ട് വാ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട്, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ വലിച്ചടിച്ചുകൊണ്ട് പോവാണ്. അപ്പം സച്ചിയെ മാത്രം വലിച്ചടിച്ചുകൊണ്ട് പോകുന്നുണ്ടെപ്പോഴേക്കും രേവതിക്ക് ഒരു ടെൻഷൻ. എന്താവോ പ്രശ്നം? ഇനി വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ എന്നാലോചിച്ച് തല പുകഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ രേവതിയും. അങ്ങനെ സുധിയും സച്ചിയും കൂടി നേരെ മുകളിലേക്ക് കയറി പോവാണ്. അതേടാ, ഇപ്പം ശ്രീകാന്ത് എത്തും. ഞാനേ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, കൊള്ളാം. അതിനു വേണ്ടിയാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത്? പിന്നെ അല്ലാതെ, നമുക്ക് 3 പേർക്കും കൂടി ഒന്ന് രണ്ടടിക്കാന്നേ എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് വരികയാണ്. ഇത് തന്നെ സുധിയേട്ടൻ ഇങ്ങനെ വിളിച്ചു കൂകി നമ്മളെയൊക്കെ വിളിച്ചത്. അതെ, ഇത് കണ്ടോ, മദ്യക്കുപ്പി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എടാ, ഞങ്ങൾക്ക് മദ്യമൊക്കെ ഒഴിച്ചു തന്നിട്ട് ലാസ്റ്റ് നീ അതിൻ്റെ പൈസ ചോദിക്കാൻ നിൽക്കരുത്. അയ്യോ, ഞാൻ അങ്ങനെ ചോദിക്കോടാ? നീ അങ്ങനെ ചോദിക്കും? എങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ചോദിക്കുക പോലുമില്ല. ദേ, സന്തോഷത്തോടെ നമുക്കിത് രണ്ടടിക്കാന്നേ. ആര് ചോദിക്കാനും പറയാനൊക്കെ ഉണ്ട്. ദേ, പണ്ടത്തെ പോലെ ആയി പോകരുത്. കുടിച്ചിട്ട് ലെക്ക് കേട്ട് നീ എന്തെങ്കിലും വായ തോന്നുന്നത് മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഇല്ലട സച്ചി, അങ്ങനെയൊന്നും ഞങ്ങൾ സമ്മതിക്കൂല എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് മദ്യമൊക്കെ ഇവർ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ സച്ചിയും ശ്രീകാന്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അടി തുടങ്ങി. നമ്മുടെ സുധിയാണെങ്കിൽ ഇരുന്നിങ്ങനെ കരച്ചിലാണ്. നീ എന്തിനാണ് ഇപ്പം ഇങ്ങനെ കരയുന്നത്? അതല്ല, ദേ, എന്തൊക്കെ പറഞ്ഞാലും ഭാര്യ അടുത്തില്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ അത് തന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വർഷം ഒരു കാരണവുമില്ലാതെയാണ് എൻ്റെ നെഞ്ചത്തോട് കയറിക്കൊണ്ടിരിക്കുന്നത്. എന്താ പ്രശ്നം, ഏതാ പ്രശ്നമൊന്നും പോലും അറിയില്ല. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തത് പോലെയാണ് വർഷം എന്നോട് കിടന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആണോ? എൻ്റെ ദൈവമേ, അങ്ങനെയാണെങ്കിലേ ഭാര്യ കൂടെ ഇല്ലാത്തത് തന്നെയാണ് നല്ലത്. ചുമ്മാ മനുഷ്യന് തലവേദന എടുപ്പിക്കാൻ വേണ്ടി അവൾ എവിടെയെങ്കിലും പോട്ടെ. അപ്പോൾ നമ്മുടെ സച്ചിയാണല്ലേ, എടാ നീ ശരിക്കും അമ്മപ്പേടിയനാണ്. അമ്മയെ പേടിച്ച് നിൻ്റെ ഭാര്യയെ സ്നേഹിക്കാനായിട്ട് നീ മറന്നുപോയി. ഭാര്യയെ സ്നേഹിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അമ്മ ഉള്ളത് കൊണ്ട് നീ നിൻ്റെ ഭാര്യയെ കൈവിട്ട് കളയുകയും ചെയ്തു. അപ്പോഴേക്കും ശ്രീകാന്ത്, അതെ സുധിച്ചേട്ടൻ ചെയ്തത് അത് വളരെയേറെ തെറ്റായ കാര്യമാണ് കേട്ടോ. ദേ, പൗഡർ ഏട്ടത്തി തെറ്റൊക്കെ ചെയ്തു എന്ന് വിചാരിച്ച് ഏട്ടത്തി തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ, സുധിച്ചേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലേ? നല്ലവരാണോ? ഇല്ലല്ലോ. സുധിച്ചേട്ടൻ അന്ന് നീലിമയായിട്ട് പ്രണയത്തിലായിട്ട് നിങ്ങൾ ഒരുമിച്ചൊക്കെ കഴിഞ്ഞല്ലേ? അതെല്ലാം
ശ്രുതി ചേച്ചിക്കും അറിയായിരുന്നു. എന്നിട്ട് ശ്രുതി ചേച്ചി എന്താ ശ്രുതി ചേട്ടനെ തള്ളിക്കളഞ്ഞോ? ഇല്ലല്ലോ. ശ്രുതി ചേട്ടനെ അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി ചേച്ചി. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടല്ലേ എല്ലാം അറിഞ്ഞിട്ടും ശ്രുതിച്ചേട്ടൻ തന്നെ കല്യാണം കഴിച്ചത്. അപ്പോൾ ഏട്ടത്തിയെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിയുടെ സച്ചിയാണ് എടാ നീ അങ്ങനെ പൗഡർ ഏട്ടത്തിയെ ഒരുപാട് അങ്ങോട്ട് പുഴുകെടുത്തണ്ട. അവളെ പക്കാ ഫ്രോഡാണ്. അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. മനസ്സിൽ ഒരുപാട് കള്ളത്തരങ്ങളെല്ലാം ഒളിപ്പിച്ച് വെച്ചവളാണ് അവള്. അവളുടെ മനസ്സിൽ ഇപ്പോഴും എന്തൊക്കെ കള്ളത്തരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ശ്രുതി ഇങ്ങനെ വിട്ടുള്ളാതെ ഇങ്ങനെ നിൽക്കുമോ? ഇവനെ സ്നേഹിക്കുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടൊന്നും അല്ല. അവളെ എന്തോ കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇവനെ സോപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്താ നമുക്കറിയാൻ പാടാത്ത കാര്യമാണോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കണം, അപ്പോൾ സച്ചിയേട്ടൻ പറയുന്നത് എന്താ? ഏട്ടത്തെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടെന്നാണോ? അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആള് സ്വാർത്ഥതയാണ്. തെറ്റ് തന്നെയാണല്ലോടാ. പക്ഷേ ഇവൻ കൂട്ടിക്കൊണ്ട് വരൂലല്ലോ, അതല്ലേ പ്രശ്നം. അത് പിന്നെ നിങ്ങൾ അങ്ങനെ പറയല്ലേ. കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ ചോദിച്ചാൽ അവൾ എന്നോട് ചതിച്ചില്ലേ? അവൾ എന്നോട് വലിയ ചതിയല്ലേ ചെയ്തത്. എനിക്കത് സങ്കടം സഹിക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, നീ അമ്മ പറയണ അനുസരിക്കുള്ളൂ. അമ്മയെ പേടിച്ചിട്ടല്ലേ നീ അവളെ വിളിക്കാൻ പോകുന്നത്. അതും ശരി തന്നെയാണ്. പക്ഷേ ശ്രുതിയുടെ കാര്യത്തിലും ശരി തന്നെയാണ്. അമ്മ പറയുന്നത് എനിക്ക് അനുസരിക്കാതിരിക്കോ? അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ എടാ തുടങ്ങിയടാ നമുക്കിവിടുന്ന് പോയാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും സച്ചിയുടെ നമുക്ക് പോകാം. വീണ്ടും ശ്രുതി കിടന്ന് ഇങ്ങനെ കരച്ചില്. എന്നാലും അവളെന്നോട് ഇങ്ങനെ ചതിയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവളെ ഞാൻ എത്രയോ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. പക്ഷേ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. അപ്പോഴേക്കും സച്ചേട്ടാ ഇനി ഇവിടെ നിൽക്കണ്ട, എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് പോയാലോ, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതെ നിൽക്ക് പോകല്ലേ. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? അല്ല, നിന്റെ വാലിക്കണ്ണി കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ പോയിക്കോ. പക്ഷേ ഈ ബിയറിൻ്റെ പൈസ എന്നിട്ട് നിങ്ങൾ പോയിക്കോ. ഒറ്റ ചവിട്ട് ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ പൈസ തരാനായിട്ട് പോടാ ഒന്ന് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ ശ്രീകാന്തും കൂടി താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ്. കണ്ടോ, ഒറ്റെണ്ണം പൈസയും തരില്ല, എല്ലാവരും എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി. അങ്ങനെ നമ്മുടെ വർഷയെ കാണിക്കുകയാണ്. അപ്പോൾ വർഷയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരു അവസ്ഥ നിൽക്കുകയാണ്. ദൈവം എനിക്ക് പറ്റില്ല, എനിക്ക് ഇതൊന്നും താങ്ങാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ ശ്രീകാന്ത് കയറി വരിക. അപ്പോൾ ഈ വർഷം ഇരുന്ന് കരയുന്ന സീനാണ് ശ്രീകാന്ത് കാണുന്നത്. ഇത് കണ്ട് ശ്രീകാന്ത് ഞെട്ടിപ്പോയി. ഇതെന്താ ഇവളിങ്ങനെ കിടന്ന് കരയുന്നത്? ഇതെന്ത് പറ്റി? ദൈവമേ വേണ്ട, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഇവളുടെ നോട്ടം അത്ര ശരിയല്ല. അതുകൊണ്ട് ഇവിടെ കിടക്കണ്ടെന്ന്. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അവളെന്നെ ചവിട്ടി കൂട്ടും. അപ്പം അതുകൊണ്ട് പുറത്തു പോയി കിടക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പുതപ്പും തലേണ എടുക്കുക. അപ്പോഴും വർഷം ഇങ്ങനെ തന്നെ തുറിപ്പിച്ച് നോക്കിയാണ്. എന്താടാ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഒറ്റ പോക്കാണ്. അപ്പോഴേക്കും വർഷം ഇരുന്ന് ഭയങ്കര കരച്ചിലില്ല. എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണം. എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിലേ ഇത് അധികം ദിവസം ആയില്ലല്ലോ. അപ്പോൾ അബോഷൻ നടത്തിയാലോ? പക്ഷേ അബോഷൻ്റെ ഗുളികളൊക്കെ കിട്ടും. ആരോടാ ഇപ്പം ചോദിക്കുന്നത്? ഇൻ്റർനെറ്റിൽ നോക്കിയാലോ? അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുമല്ലോ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർനെറ്റിൽ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വർഷ ഇൻ്റർനെറ്റിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു മെഡിസിൻ്റെ പേരും കിട്ടുകയാണ്. ഇത് ഏതായാലും മെഡിക്കൽ സ്റ്റോറിൽ പോയി നോക്കിയാൽ മതി. ഉടനെ തന്നെ ഈ അബോർഷൻ നടത്തണം. എനിക്ക് പ്രസവിക്കാൻ പറ്റൂല, എനിക്ക് വേദനയെ അനുഭവിക്കാനും പറ്റൂല. അങ്ങനെ നമ്മുടെ വർഷയ്ക്ക് വല്ലാത്തൊരു ഫീലിംഗ് തോന്നുകയാണ്. ദൈവമേ, തൻ്റെ കുഞ്ഞിനെ തന്നെയാണല്ലോ തത്ത നശിപ്പിക്കാൻ നോക്കുന്നത്. കുഞ്ഞെ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങനെ ദുഷ്ടയായ സ്ത്രീയൊന്നും അല്ല. പക്ഷേ എനിക്ക് വേദന സഹിക്കാനായിട്ട് പറ്റില്ല. ഞാൻ മരിച്ചു പോകും. അതുകൊണ്ടാണ് നിന്നെ കളയാനായിട്ട് ഞാൻ പോകുന്നത്. എനിക്ക് നിന്നെ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ സാഹചര്യം ഇങ്ങനെയായി പോയില്ലേ എന്ന് വയറ്റിൽ തൊട്ട് നമ്മുടെ വർഷം ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ വർഷ ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് ചെല്ലുക. മെഡിക്കൽ സ്റ്റോറിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ മരുന്നിൻ്റെ പേര് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ആർക്കാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് മരുന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? അതാ ചോദിച്ചത്, അത് ആർക്കാന്ന്? ഇത് വേറെ ആർക്കും അല്ല, എനിക്ക് വേണ്ടിയാണ്. ഡോക്ടറിൻ്റെ ചീട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല. അപ്പം പിന്നെ എങ്ങനെ തരാൻ സാധിക്കും? തരൂല എന്ന് പറയാണ്. അതെ, നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ പോരെ? ഞാനേ ഈ പൈസയുടെ 10 ഇരട്ടി വില നിങ്ങൾക്ക് ഞാൻ തരും. ആ മരുന്ന് ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവരിൽ നിന്നിങ്ങനെ ചിരിക്കുകയാണ്. നിങ്ങൾ എന്തിങ്ങനെ ചിരിക്കുന്നത്? അതെ, ഈ അബോഷൻ്റെ ഗുളിക കഴിക്കുന്നത് ഡേഞ്ചറായ കാര്യമാണ്. അതെ, അബോഷൻ്റെ ഗുളിക കഴിച്ച്
പെട്ടെന്ന് ബ്ലീഡിങ് കൂടിക്കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷനായി വലിയ പ്രശ്നമായി ഒരുപാട് വേദന സഹിക്കേണ്ടി വരും, മരണം വരെ സംഭവിക്കാം. ഇത് കേട്ട വർഷ വീണ്ടും പേടിച്ചു പോണു. എന്തൊക്കെയാ പറഞ്ഞത്? അതെ, അപ്പം അതുകൊണ്ട് അബോർഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാരോടും അതേപോലെ തന്നെ പിന്നെ ഡോക്ടറെ പോയി ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ട് എല്ലാ വിവരങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് വേണം അബോർഷൻ നടത്താനായിട്ട്. അല്ലാതെ സ്വയം ചികിത്സയ്ക്ക് വരരുത്. അപ്പം നിങ്ങൾ മരുന്ന് തരില്ലെന്ന് തന്നെയാണോ പറയുന്നത്? ഇല്ല, ഞാൻ മരുന്ന് തരില്ല, നിങ്ങൾ പോകാൻ നോക്ക്. അങ്ങനെ വർഷയെ പറഞ്ഞു വിടുക. വർഷ ദേഷ്യം കൊണ്ട് നേരെ റോഡിലേക്ക് ഇറങ്ങിയതും വരുന്നു രേവതിയെ കണ്ട് ഞെട്ടിപ്പോവാണ് വർഷ. വർഷ നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ചേച്ചി എന്താ നിനക്ക് അസുഖം മാറില്ല, മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അയ്യോ എനിക്ക് അസുഖം മാറി, പക്ഷേ എൻ്റെ സ്റ്റുഡിയോയിലുള്ള ഒരു കൊച്ചിന് നല്ല പനി, അതുകൊണ്ടാണ് ഞാനേ മെഡിസിൻ മേടിക്കാൻ വേണ്ടി വന്നതാണ്. പനിയോ? അങ്ങനെ നിൻ്റെ സ്റ്റുഡിയോ സിറ്റിയിലല്ലേ വർഷേ? അപ്പോൾ അവിടെ എന്തെല്ലാം എത്രയോ മെഡിക്കൽ സ്റ്റോറുണ്ട്, അവിടെ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പനിയുടെ മരുന്ന് മേടിച്ചാൽ പോരെ, എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു, പിന്നെ ഒരു കുട്ടിയുടെ വീട്ടിലൊക്കെ പോകണേ, അതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ചേച്ചി എങ്ങോട്ട്? എനിക്ക് ഇവിടെ അടുത്ത് പൂ കൊടുക്കാനുണ്ട്, പൂ കൊടുത്ത പൈസയും മേടിക്കാനുണ്ട്, അതിനുവേണ്ടി പോവാണ്. എന്നാൽ ചേച്ചി പോയിക്കോ. അയ്യോ വർഷം നീ എവിടെ പോകുന്നു? നീ വണ്ടി കയറ്, നിൻ്റെ കൂട്ടുകാരുടെ വീട് എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ കൊണ്ടാക്കി തരാം. അയ്യോ അതിൻ്റെ കാര്യമൊന്നുമില്ല ചേച്ചി, നീ ഒന്ന് ചുമ്മാതിരിക്കുക വർഷേ, നീ വണ്ടിയിലോട്ട് കയറിക്കണ്ടേ? അയ്യോ വേണ്ട ചേച്ചി, അത് മാത്രമല്ല എനിക്ക് വീട്ടിലേക്കൊന്ന് പോകണം, എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ, അപ്പോൾ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് വീട്ടിലിരിക്കുക, അപ്പോൾ വീട്ടിൽ നിന്ന് ആ ഗിഫ്റ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പം ഞാൻ പോയിക്കോളാം, ഞാൻ ഏതെങ്കിലും ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം, ചേച്ചി പോയിക്കോ. അയ്യേ അതൊന്നും കുഴപ്പമില്ല, നിൻ്റെ വീട്ടിലേക്ക് നമ്മൾ രണ്ടിനും കൂടെ ഒരുമിച്ച് പോകുന്നു, എന്നിട്ട് ആ ഗിഫ്റ്റ് എടുത്തിട്ട് കൊണ്ടുപോകുന്നു. എനിക്കിപ്പോൾ ധൃതിയൊന്നുമില്ല, പൈസ ഒന്നും മേടിക്കണമെന്ന് വലിയ ധൃതിയൊന്നുമില്ല. ചേച്ചിനോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കോളെന്ന് പറഞ്ഞല്ലോ, ചേച്ചി കൂടെ വരണ്ട, അത്രേ ഉള്ളൂ, പറഞ്ഞ മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ചൂടായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ രേവതി ഞെട്ടിപ്പോയി, ഇതെന്താണാവോ വർഷ എന്തിന് ഇങ്ങനെ കിടന്ന് ചൂടാവുന്നത് മനസ്സിലാവുന്നില്ലല്ലോ, എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട്. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രേവതിയും അങ്ങനെ നമ്മുടെ രവിയെ കാണിക്കുകയാണ്. അപ്പോൾ രവി ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഡോറിൽ വന്ന് ആരോ മുട്ടുന്നൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഭാമയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത് ഭാമയോ? വാ കയറി വാ ഭാമേ, എന്തൊക്കെയുണ്ട് ഭാമ വിശേഷങ്ങൾ, വീട്ടിൽ സുഖം തന്നെയാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും രവിയേട്ടാ സുഖം തന്നെയാ. അല്ല ചന്ദ്ര എവിടെ? ഞാൻ ചന്ദ്രനെ വിളിക്കാം. ചന്ദ്രേ ദേ ഭാമ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ചന്ദ്ര ഇറങ്ങി വരിക. എന്നിട്ട് എന്താ ഭാമേ നീ എന്താ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ചന്ദ്രേ എന്താന്ന് വെച്ചാൽ പറ. അത് പിന്നെ ചന്ദ്ര ഞാൻ ഈ വഴി പോയപ്പോഴേ ചുമ്മാ കയറിയതാ, എന്നൊക്കെ എന്നോട് എന്തോ പറയാനുണ്ടല്ലോ. അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രവിക്ക് മനസ്സിലായി, രവി അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇത് പറയാത്തത്. എനിക്ക് മനസ്സിലായി ചന്ദ്രേ. ഭാമേ നമുക്കേതെങ്കിലും പുറത്തേക്ക് ഇറങ്ങി പോകാം. അപ്പോൾ രവി ചാടി എണീറ്റിട്ട് വേണ്ട രണ്ടുപേരും ഇവിടെ ഇരുന്ന് സംസാരിച്ചോ, ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോയിക്കോളാം. കൂട്ടുകാരത്തേക്ക് എന്തോ രഹസ്യമായി പറയാനുണ്ടല്ലേ, ഞാനിരിക്കുന്നത് കൊണ്ടല്ലേ പറയാത്തത്, നിങ്ങളിവിടെ നിന്ന് സംസാരിച്ചോ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാണ്. ഇറങ്ങിപ്പോയി അതെ ഇങ്ങോട്ട് വന്നേ, ഇത് പിടിച്ചേ, ഇതെന്താ ഇത്? ഏലസോ? എന്തിനിപ്പോൾ ഏലസ്? സുധിയുടെ കൈ കെട്ടിക്കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നത് നിനക്ക് ഏലസ്. അതിന് സുധിയുടെ കയ്യിൽ ഞാൻ ഓൾറെഡി ഏലസ് കെട്ടിയല്ലോ, പിന്നെ എന്തിനാ? അതേപോലെയല്ല, ഇതിനേക്കാളും ശക്തിയുള്ളതാ. ഞാനൊരു അമ്പലത്തിൽ പോയപ്പോഴേ അവിടെ ക്യൂ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഏലസ് മേടിക്കാൻ വേണ്ടി. ഭാര്യയും ഭർത്താവിനെയും വേണ്ടി പിരിപ്പിക്കാൻ ഇതിനേക്കാളും വലിയൊരു ഏലസ് ഇനി ഇല്ലെന്നാ പറയുന്നത്. സുധിയുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ഏലസ് കൊണ്ടുവന്നത്. എത്ര ക്യൂവിൽ നിന്നിട്ടാണ് ഈ ഏലസ് എടുത്തതെന്ന് നിനക്ക് വല്ല അറിയോ ചന്ദ്രേ? ഇപ്പോഴേക്കാണോ? സത്യോടാണോ? എങ്കിലും നന്നായി. അതെ ആ ഏലസ് ഇങ്ങോട്ട് തന്നേര്, ഇതും ഞാൻ സുധിയുടെ കയ്യിലേക്ക് കെട്ടിക്കൊടുക്കും. അവനെ രണ്ടും കൊണ്ട് ഫലം ഉണ്ടാവട്ടെ. ഏതിനാ കൂടുതൽ ഫലമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പം തന്നെ ആയിക്കോട്ടെ, ഏതായാലും സുധിക്ക് അതുകൊണ്ട് കെട്ടിക്കൊടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങോട്ട് പോവാണ്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ നേരെ സുധിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. മോനെ നീ താമസിച്ചു പോയോ പോകാനായിട്ട്? കുഴപ്പമില്ല അമ്മച്ചിട്ട്, താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല, പറ്റില്ല. കറക്റ്റ് സമയത്ത് ഷോറൂമിലേക്ക് പോകണം, എന്നാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുള്ളൂ, മനസ്സിലായോ? ശരി അമ്മേ. അതെ മോനെ, എടാ നീ ആ ഷർട്ടൊന്ന് ഊരാവോ? ഷർട്ട് ഊരാനോ? എന്തിനിപ്പോൾ ഷർട്ട് ഊരുന്നത് അമ്മേ? അത് പിന്നെ മോനെ വേറൊന്നുമല്ല, ഒരു ചരട് കെട്ടാനാ. അയ്യോ ഇപ്പുറത്തെ കയ്യിലൊരു ചരട് കെട്ടിയിരിക്കുകയല്ലേ, ഇനി ഇപ്പുറത്തെ കയ്യിലും കൂടി ചരട് കെട്ടണോ? മോനെ ഇത് അതേപോലെ അല്ല മോനെ, ഇത് കെട്ടിക്കഴിഞ്ഞാൽ നിനക്ക് സർവൈശ്വര്യം വരും, അത് ഉറപ്പായ കാര്യമാണ്.
ബാമാൻ്റിയാ ഇത് പൂജിച്ച് കൊണ്ടുവന്നത്. വലിയ ക്ഷേത്രത്തിൽ നിന്നൊരു തിരുമേനി പൂജിച്ചു കൊടുത്താണത്രേ. അതുകൊണ്ട് ഇത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും നിനക്ക് ഫലം ഉറപ്പാണ് എന്ന് പറയുമ്പോൾ ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കേട്ടോ അമ്മേ എന്നവിടെ പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.